എടി ഇവിടെ നടക്കുന്ന കാര്യത്തിനൊക്കെ എറണാകുളത്താണ് മണ്ടൂസേ. എല്ലാ പിള്ളേരും ഇവിടെ ഒറ്റ കെട്ടാണ്. ഇവിടെ പിള്ളേർ ഒറ്റക്കെട്ടാണെന്നാ? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? എപ്പോഴും കുടുംബത്തിന് പിള്ളേർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. എടി അതല്ലെന്ന്, നീ ഓഫീസിൽ പോയ 2 ദിവസമല്ലേ, എൻ്റെ നേരെ പിള്ളേരെല്ലാം കൂടെ കൂടാതെ എല്ലാം കൂടെ ഒറ്റക്കെട്ടാന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞറിയാം. ആ ക്യാഷ് ഇറക്കാൻ പോലും അവർ സൈഡാണ്. ഇപ്പം എന്താ പ്രശ്നം ഇനി? പ്രശ്നം ഇതൊക്കെ നിൻ്റെ അടുത്ത് പറയാമെന്ന് വെച്ചാൽ നീ വരണത് രാത്രി 7:30 മണിക്കാണ്. അത് നേരെ അടുക്കള കയറും, കിടക്കുമ്പോൾ 12 മണിക്ക്, പിറ്റേ രാവിലെ 6 മണിക്ക് കഴിക്കും, പിന്നെ 7:30 മണിക്ക് പിന്നെ ഓഫീസിൽ പോകും. ഇതിനിടയിൽ നിന്റെ എവിടെ ഇട്ടിക്കാ പറയാൻ? ബാലു, ഇതൊന്നും പറഞ്ഞാൽ ബാലുവിന് അങ്ങോട്ട് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇനി കുറേ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ തിരക്ക് വരും. പിന്നെ ഇനി ചിലപ്പോൾ ബാംഗ്ലൂർ വരെ എനിക്ക് പോകേണ്ടിയും പറ്റും. നമ്മുടെ കമ്പനി ബാംഗ്ലൂർ വരെ വലിയൊരു കമ്പനിയായിട്ട് ഇപ്പോൾ ടൈപ്പ് ആയിരിക്കുക. ഭയങ്കര തിരക്കാ. അപ്പോൾ ബാംഗ്ലൂർ പോയി നിൽക്കേണ്ടി വരും ചിലപ്പോൾ. ബാംഗ്ലൂരിൽ നിന്ന് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഒറ്റയ്ക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാൻ കാറും വിട്ട് വരുമോ അവര്? പിന്നെന്താ പ്രശ്നം? ആണാ? കൂടെ ഉള്ളവർക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ അവർ ചെയ്യും. പിന്നെ അതൊക്കെ ഫ്രീ അല്ലേ? ഇവര് ഞാൻ കൂടെ വരെയാടി, നമുക്ക് അടിച്ചു വിളിച്ച് പോവാം. മൈസൂറൊക്കെ കാണാനല്ല. പോണ സമയത്ത് നീ എന്നെ നിർബന്ധിക്കണം. ഞാൻ വരില്ലെന്ന് പറയും. അങ്ങനെ വഴക്കോട്ടാക്കണം. നിർബന്ധിച്ച് എന്നെ കൊണ്ടുപോകണം. എന്തിനാ നിർബന്ധിക്കണം? എന്റെ പിള്ളേരെ കണ്ടി പൊടിക്കിടാൻ, അല്ലെങ്കിൽ പിള്ളേർ കൂടെ വരണമെന്ന് പറയില്ലേ? നിങ്ങളതിന് വരണില്ലല്ലോ എൻ്റെ കൂടെ. പിന്നെ വേറെ ആരും പറഞ്ഞത്? നിങ്ങൾ വന്നാൽ ഈ പിള്ളേരെ ആരും നോക്കുന്നേ? അവനെ ഏൽപ്പിച്ച് പോകാൻ പറ്റുമോ? വിഷ്ണുവിനെ കൊണ്ടാ ഞാൻ പോണേ. ഞാൻ കൂടെ വരാന്ന് പറഞ്ഞില്ലേ? അവന് നിർത്തി ശരിയാവില്ല, പൊട്ടനാ. ചിലപ്പോൾ വെളിയിലോട്ട് എങ്ങോട്ടൊക്കെ പോകും. നിങ്ങളാകുമ്പോൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് നോക്കും, കുട്ടികളുടെ കാര്യങ്ങൾ. പാറൊക്കെയുള്ളതല്ലേ? ഓ, ഈ പിള്ളേരെ കൂടെ തോറ്റതേമേ. എന്തോന്ന്? ഒന്നുമില്ല, ഞാൻ പോയി പാല് വെച്ചോണ്ട് വരാം. ആ പാല് മേടിക്കാൻ പോണേ കൊള്ളാം. പോയിട്ട് പെട്ടെന്ന് വരണം. വാ, അരമണിക്കൂറിനകത്ത്. ഇപ്പൊ സമയത്തേ 6:45. ആ, അപ്പോൾ 7 മണിയാകുമ്പോൾ ഇവിടെ എത്തണം. അതെ, നീ ഓർഡർ ഇട്ടാണ്. എടി വയസ്സായെന്ന് വിചാരിക്കാനേട്ടാ, പിള്ളേർക്ക് തുടങ്ങിയ അസുഖം. ഒരു ഓർഡർ ഇട്ടത്. പാല് വയസ്സായൊന്നും ആയിട്ടില്ല. ശാവം കിടക്കാൻ നേരത്ത് മലയെടുത്ത് ഇങ്ങനെ അമ്മാനോടും. അതാണ് പാല്. 7 മണിക്ക് നിങ്ങളിവിടെ എത്തിയില്ലെങ്കിൽ നിങ്ങളെ ഞാനിട്ട് അമ്മാനോടും. പറഞ്ഞില്ല എന്ന് വേണ്ട. ആ, കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എന്ത് എല്ലാവരും കൂടെ കൂട്ടത്തോടെ? ഇവിടെ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുമ്പോഴേ മറ്റുള്ളവരുടെ സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ട് വേണം പ്ലാൻ ചെയ്യാൻ. അമ്മയുടെ സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ട് പ്ലാൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ കടലിലെ തിരമാല ഒഴിഞ്ഞിട്ട് കുളിക്കാന്ന് പറയുന്നല്ലേ ഇപ്പം. ഓ, ഇത്രയും വലിയ ഉദാഹരണമൊക്കെ പറയാൻ അറിയാം അല്ലേ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഏറ്റവും എളുപ്പ വഴി, നമുക്ക് എല്ലാവർക്കും കൂടെ കുറച്ച് ദിവസം പടവലത്ത് പോയി നിൽക്കാം. അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷവും. അവരിപ്പോൾ പ്രായമുണ്ട്, എപ്പോഴെപ്പോഴും കൊണ്ട് ഓടി വരാനൊന്നും പറ്റണില്ലല്ലോ. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ജോലിക്ക് പോവാം. നീയും പോകൂലേ? വിഷ്ണുവും അവിടെ നിന്ന് ജോലിക്ക് പോവും. അച്ഛനും സന്തോഷിക്കും. അച്ഛൻ സമ്മതിക്കുകയും ചെയ്യും. എന്ത് പറയണം? അല്ല, പക്ഷെ അത് നടക്കൂല അമ്മ. എനിക്ക് ഞാൻ അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇവിടെ മറ്റേ ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിന്റെയും ട്യൂഷൻ ക്ലാസിന്റെയും കാര്യമൊക്കെ അവതാളത്തിലാവും. ആ, അത് നിനക്ക് പ്രശ്നമുണ്ടല്ലേ? അതുപോലെ തന്നെയാടാ എൻ്റെ ജോലിയുടെ കാര്യം എനിക്കും പ്രശ്നം കേട്ടോ. എനിക്ക് ഉച്ചയ്ക്ക് ശേഷം വീഡിയോ കോൺഫറൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? തമാശ പറഞ്ഞല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തെങ്കിലും പറഞ്ഞ് വാടപ്പിക്കാൻ ഭയങ്കര മിടുക്കാണല്ലോ. അയ്യോ, നിങ്ങളും വലിയ മോശമൊന്നും അല്ല. അത് അമ്മയുടെ ഇത് കിട്ടിയ ഗുണോ? അച്ഛൻ്റെ അടുത്ത് തർക്കുത്തരം പറയണ്ട, എൻ്റെ അടുത്ത് തർക്കുത്തരം പറയാനേ ലച്ചു ഒട്ടിക്കും ഭിത്തിരിക്കേ. പിന്നെ പോകൂല നീ അവിടെ നിന്ന്. ഇപ്പൊ ലച്ചുവിന്റെ നേർക്ക് തിരിഞ്ഞോ? എല്ലാ പിള്ളേർക്കും സാറ്റർഡേ സൺഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആഘോഷമാണ്. പക്ഷെ ഇവിടെ മാത്രം എല്ലാവർക്കും ഭയങ്കര തിരക്ക്. ഞാൻ മേടിക്കുന്ന ശമ്പളത്തിനെ എനിക്ക് ജോലി ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ചില എൻ്റർടൈൻമെൻറ്റ്സ് ഒക്കെ നമുക്ക് ഒഴിവാക്കേണ്ടി വരും. അതെല്ലാവരും മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാൻ.